എല്ലാവർക്കും നമസ്കാരം. ഈ വർഷത്തെ 2026 ആദ്യത്തെ തൃപ്തി തന്ന ഒരു തിയേറ്റർ അനുഭവമാണ് ഇന്ന് കണ്ടത്. മലയാളത്തിൽ ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത വലതുവശത്തെ കള്ളൻ. എത്ര പേർ കേട്ടിട്ടുണ്ടെന്നറിയില്ല. നമ്മുടെ പ്രധാനപ്പെട്ട സൂപ്പർ സ്റ്റാറുകളോ അല്ലെങ്കിൽ അറിയപ്പെടുന്ന ചുള്ളൻ ചെക്കന്മാരോ ഒന്നുമില്ല ഉള്ള സിനിമയല്ല. പക്ഷേ ഏറ്റവും നല്ല രണ്ട് അഭിനേതാക്കളുള്ള സിനിമയാണ്. നമ്മളെ രണ്ട് ക്യാരക്ടേഴ്സാണ് മെയിൻ ആയിട്ടുള്ളത്. ട്രെയിലറിലൊക്കെ പലരും കണ്ടു കാണും. ഒന്ന് ബിജു മേനോനും പിന്നെ ഒന്ന് നമ്മുടെ ജോജു ജോർജ്. ഈ രണ്ടുപേരും നല്ല അടിപൊളിയായിട്ട് പെർഫോം ചെയ്തിരിക്കുന്ന ഒരു പടമാണ് ജിത്തു ജോസഫിന്റെ വലതുവശത്തെ കള്ളൻ. അപ്പോൾ ഈ ഒരു ജിത്തു ജോസഫ് എന്നുള്ള ഒരു പേര് തന്നെയാണ് ഈ ഒരു സിനിമ കാണാൻ എന്നെ പ്രേരിപ്പിച്ചത്. ഫസ്റ്റ് ഡേ കാണണമെന്ന് തോന്നി. കാരണം ട്രെയിലറിൻ്റെ അകത്ത് എന്തൊക്കെയോ ഒരു പ്രത്യേകത മേക്കിംഗ് എല്ലാത്തിലും ഉള്ളതായിട്ട് തോന്നി. അതുകൊണ്ട് അങ്ങനെയാണ് കാണാൻ പോയത്. അങ്ങനെ സ്ക്രിപ്റ്റ് റിട്ടൺ ബൈ ജിത്തു ജോസഫ് അല്ല, റൈറ്റിംഗ് മറ്റൊരാളാണ്. ഡിനു തോമസ് ഈലൻ എന്ന ഒരു വ്യക്തിയാണ് എഴുതിയിരിക്കുന്നത്. മൊത്തത്തിൽ പടത്തെ പറ്റി പറഞ്ഞാൽ പടം മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു അടിപൊളി പടം തന്നെയാണ്. അത് കണ്ടു തീരുമ്പോൾ കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് കിടിലമാണ്. ഇന്റർവെൽ ബ്ലോക്കും അടിപൊളിയാണ്. മൊത്തത്തിൽ പടം ഒരു ഹൈ സ്റ്റാൻഡേർഡ് പടമാണ്. ഒരിക്കലും ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത ഒരു സിനിമയാണെന്ന് പറയത്തില്ല. അതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത. നമുക്ക് എല്ലാവർക്കും ഊഹിക്കാം ജിത്തു ജോസഫിന്റെ പടം എങ്ങനെ ഇരിക്കും എന്ന്. നമുക്ക് അതിന്റെ ഒരു കളർ ടോണും നമുക്ക് അതിന്റെ ഒരു മൂഡും ഇതൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. അത് എത്ര വലിയ ത്രില്ലർ ആണെങ്കിലും കോമഡി ആണെങ്കിലും നമുക്ക് അറിയാം ജിത്തു ജോസഫിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു സ്റ്റൈൽ ഓഫ് മേക്കിംഗ് ഉണ്ട്. അതിൽ നിന്ന് എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു മേക്കിംഗ് സ്റ്റൈലാണ് ഈ സിനിമ ഫോളോ ചെയ്തിരിക്കുന്നത്. ട്രെയിലർ കാണുമ്പോൾ തന്നെ അറിയാം. പക്ഷേ ട്രെയിലറിനേക്കാൾ കുറച്ചുകൂടെ ഇൻറ്റൻസ് ആയിട്ടുള്ള സംഭവങ്ങൾ സിനിമയ്ക്കകത്തുണ്ട്. അപ്പോൾ നല്ലൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ്. ഒരു സസ്പെൻസ് പാക്ഡ് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ്. അടിപൊളിയായിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ പടം എല്ലാവർക്കും അങ്ങനെ പെട്ടെന്ന് ദഹിക്കുന്ന രീതിയിലുള്ള ഒരു മേക്കിംഗ് അല്ല. മൊത്തത്തിൽ സിനിമ എന്താ പറയാ, കുറച്ച് നമ്മൾ സിനിമയെ വളരെ സീരിയസ് ആയിട്ട് സമീപിക്കുന്ന ചില ആളുകൾക്കുള്ള സിനിമ തന്നെയാണ് എന്നേ എനിക്ക് പറയാൻ പറ്റും. വെറുതെ ഈ കപ്പലണ്ടി കുറച്ച് പോപ്കോണും കഴിച്ച് ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്യാൻ വേണ്ടി പോയിരുന്ന് കാണാൻ പറ്റിയ ഒരു സിനിമയല്ല. വളരെ ഡാർക്ക് മൂഡുള്ള ഒരു സീരിയസ് ടോണുള്ള അധികം അങ്ങനെ കോമഡികളൊന്നും ഇല്ലാത്ത ഒരു മൊത്തത്തിൽ ഒരു സീരിയസ് മൂഡിലുള്ള ഒരു സിനിമ. അത് ഒരു പക്ക ഇൻവെസ്റ്റിഗേഷനാണ്. പിന്നെ കുറച്ച് ഫാമിലി കണ്ടന്റുകൾ എല്ലാം ഉണ്ട്. സംഭവകരമാണ്. മൊത്തത്തിൽ ഒരു സെക്കൻഡ് പോലും ബോറടിക്കുന്ന രീതിയിലില്ല. തരം താണു പോകുന്ന രീതിയിലുള്ള ഒരു സംഭവം ആ സിനിമയ്ക്കകത്തില്ല. എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടപ്പെട്ടു. വൈഫിന്റെ കൂടെയാണ് പോയത്. വൈഫിനും ഇഷ്ടപ്പെട്ടു, എനിക്കും ഇഷ്ടപ്പെട്ടു. അങ്ങനെ മൊത്തത്തിൽ ഭയങ്കരമായിട്ട് എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടിയ സിനിമ. ഇനി അത്രയും ഇരിക്കട്ടെ. അപ്പോൾ സിനിമയ്ക്ക് പോരായ്മകളുണ്ടോ എന്ന് ചോദിച്ചാൽ അതും ഉണ്ട് എന്ന് തന്നെ പറയാം. ഈ സിനിമയുടെ റൈറ്റിംഗ് ഭാഗത്തിലൊക്കെ ഒന്ന് രണ്ട് വലിയ വലിയ പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട്. കഥയിലൊക്കെ ഭയങ്കരമായ പാളിച്ചകൾ, അതായത് തമാശ ആയിപ്പോകുന്ന രീതിയിലുള്ള വലിയ വലിയ ഫോട്ടോ, വളരെ സീരിയസ് ആയിട്ട് പോയിക്കൊണ്ടിരുന്ന സിനിമയ്ക്കകത്ത് പോലും വലിയ ഒരുപാട് ശ്രദ്ധിക്കാതെ പോയ ഒരുപാട് കണ്ടന്റ് കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള കുറച്ച് വലിയ വലിയ മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ട്. ഇതെല്ലാം തികച്ചെടുത്തിരുന്നെങ്കിൽ മൊത്തത്തിൽ പടം ഒരു ബ്രില്യന്റ് സാധനം തന്നെ ആയിരുന്നു. മലയാളത്തിൽ തന്നെ ഒരു ബ്രില്യന്റ് ഐറ്റം തന്നെ ആയിരുന്നു. അതിൽ യാതൊരു സംശയവും വേണ്ട. ശരി, അപ്പോൾ അങ്ങനെ ഇരിക്കട്ടെ. മൊത്തത്തിൽ എനിക്ക് സാറ്റിസ്ഫാക്ഷൻ തന്ന ഒരു സിനിമയാണ്. ഇനി എടുത്തു കഴിഞ്ഞാൽ റൈറ്റിംഗിന്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞല്ലോ, കയ്യിൽ എവിടെയോ ചെറിയ മിസ്റ്റേക്കുകൾ സംഭവിച്ചിട്ടുണ്ട്. ജിത്തു ജോസഫിന്റെ ഡയറക്ഷൻ തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സ്റ്റൈൽ ഓഫ് മേക്കിംഗ്. പിന്നെ അടുത്ത് പെർഫോമൻസിൽ രണ്ടുപേരാണ് പ്രധാനം, നമ്മുടെ ബിജു മേനോനും നമ്മുടെ ജോജു ജോർജും. അതിൽ എന്നെ ഞെട്ടിച്ച പെർഫോമൻസ് പതിവ് പോലെ തന്നെ ജോജു ജോർജാണ്. ജോജു ജോർജ് സിനിമയിൽ എത്രയുണ്ട് എന്ന് പറയുന്നില്ല, കുറച്ച് കാര്യങ്ങളുണ്ട്. ജോജു ജോർജിന്റെ റോളുമായി ബന്ധപ്പെട്ട കുറച്ച് സംഭവങ്ങളുണ്ട്. ഫുള്ളി ഇതാണ്, സ്പോയിലേഴ്സ് ആണ്. ഒരു വക ഒന്നും പറയാൻ പറ്റത്തില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. ജോജു ജോർജിന്റെ പെർഫോമൻസ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നല്ലൊരു ഡെപ്ത് കിട്ടുന്ന ഒരു ക്യാരക്ടറും പെർഫോമൻസും ആയിരുന്നു. പിന്നെ ബിജു മേനോൻ, സിനിമയിൽ മൊത്തം നിറഞ്ഞു നിൽക്കുന്ന ബിജു മേനോനാണ്. അദ്ദേഹത്തിന്റെ ക്യാരക്ടറിലും കുറച്ച് സസ്പെൻസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതും പറയുന്നില്ല. പടം മൊത്തം സസ്പെൻസ് ആണ്. പക്ഷെ നമ്മുടെ ജിത്തു ജോസഫിന്റെ സിനിമകളിൽ പതിവായി കാണുന്ന പോലെ ചില സബ് ക്യാരക്ടേഴ്സ് ഉണ്ട്. ഈ യങ്ങായിട്ട് വരുന്ന കുറച്ച് പയ്യന്മാരും പിന്നെ അത്ര മെച്ചൂർഡല്ലാത്ത കുറച്ച് നടിമാരും, ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ആ ഒരു ഭാഗത്തിലും ഈ സിനിമ വളരെ താഴേക്കായി പോയി. ഒരു കൂട്ടം ആളുകൾ വളരെ നന്നായി പെർഫോം ചെയ്യുമ്പോൾ മറ്റൊരു കൂട്ടം, അതായത് യങ്സ്റ്റേഴ്സിനെ പോലുള്ള കുറച്ച് ആളുകൾ, അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടൻസ് ഉള്ള കുറച്ച് ആളുകളൊക്കെ ഉണ്ട്, അവർ പോലും വളരെ മോശമായിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചിരിക്കുന്നത്. ചിരിച്ചു പോകുന്ന രീതിയിലുള്ള പെർഫോമൻസ്, വളരെ സീരിയസ് ആയിട്ട് സംസാരിക്കുമ്പോൾ പോലും നമുക്ക് ശരിക്കും ചിരി വരുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസ്. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കുഴപ്പങ്ങളെ സിനിമയ്ക്കകത്തുള്ളൂ. പെർഫോമൻസിൽ പറ്റുന്ന കുറച്ച് കുഴപ്പങ്ങൾ, പിന്നെ കഥാസന്ദർഭങ്ങളിൽ
ശരിക്കും ഭയങ്കരമായ ഒരു ഫോൾട്ട് സംഭവിക്കുന്ന രീതിയിലുള്ള കുറച്ച് സിറ്റുവേഷൻസ്, അതായത് ചോദിച്ചാൽ ഉത്തരമില്ലാത്ത രീതിയിലുള്ള കുറച്ച് കാര്യങ്ങൾ, അങ്ങും തൊടാത്ത രീതിയിലുള്ള കുറച്ച് കാര്യങ്ങൾ. മൊത്തത്തിൽ കണ്ടന്റ് വൈസ് നോക്കിയാലും മേക്കിംഗ് വൈസ് നോക്കിയാലും ഒരു എക്സലന്റ് പടം തന്നെയാണ്. മലയാളത്തിൽ ഈ അടുത്ത കാലത്തൊന്നും ഇങ്ങനത്തെ ഒരു മൂഡ് ഉള്ള പടം കണ്ടിട്ടില്ല. നല്ലൊരു സീരിയസ് ടോൺ മൂഡ് കീപ്പ് ചെയ്യുന്ന ഒരു കിടിലം പടം തന്നെയാണ് വലതുവശത്തെ കളയാൻ. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ സ്ട്രൈറ്റ് ആയിട്ട് ആ സിനിമയെ റഫായിട്ട് ഇങ്ങനെ കണ്ട് കളയാൻ അല്ലെങ്കിൽ കണ്ട് ഇങ്ങനെ പോയാൽ അടിപൊളിയാണ്. പക്ക എക്സ്പീരിയൻസ്. ക്ലൈമാക്സ് കിട്ടില്ല. എടുത്തു പറയാനുള്ളത് ഇന്റർവെൽ ബ്ലോക്ക് അടിപൊളിയായിരുന്നു. ഇന്റർവെൽ നമ്മളിങ്ങനെ വാവളിച്ചു പോകുന്ന രീതിയിലുള്ള സസ്പെൻസ് എല്ലാം നിറഞ്ഞ ഒരു കിടിലം ഇന്റർവെൽ ബ്ലോക്ക് ആയിരുന്നു. അത് കഴിഞ്ഞ് ക്ലൈമാക്സിലും ഭയങ്കരമായ ഡെപ്ത് തരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. എല്ലാത്തിലും മൊത്തത്തിൽ പടം കിടിലം. എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് ഇനിയും ഒരു അടുത്ത ലെവലിൽ എത്തിക്കാൻ പറ്റുന്ന സാധനങ്ങൾ എൻ്റെ അകത്തുണ്ടായിരുന്നു. അവിടെയൊക്കെ കയ്യിൽ നിന്ന് പോയി, ഇമ്മെച്യൂരിറ്റി അവിടെ എല്ലാം ഫീൽ ചെയ്യും. അപ്പോൾ ഇതാണ് വലതുവശത്തെ കള്ളൻ. ഞാൻ പറഞ്ഞല്ലോ, ഒരു ഫാമിലി എന്റർടൈനർ ഒന്നുമല്ല. സിനിമയെ വളരെ സീരിയസ് ആയിട്ട് കാണുന്നവർക്ക് നല്ലൊരു ഒരു 2.5 മണിക്കൂർ ലെങ്ത് വരും ഏതാണ്ട്. അത്രയും സമയം വളരെ സീരിയസ് ആയിട്ട് ആ സിനിമയെ കാണുന്ന രീതിയിൽ കണ്ടു കഴിഞ്ഞാൽ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് വലതുവശത്തെ കള്ളൻ.